So good evening all. അപ്പൊ നമ്മള് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്ലാസ്സുകളിലാണുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പം ഏറ്റവും ആദ്യം എന്തൊക്കെയാണ് നമ്മൾ നോർമലി കവർ ചെയ്യുന്നതെന്നുള്ളതാ. അപ്പൊ ഇതില് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത, നമ്മൾ കോൺക്രീറ്റ് ഡിസൈൻ ആണെങ്കിലും ശരി, സ്റ്റീൽ ഡിസൈൻ ആണെങ്കിലും ശരി, എല്ലാം നമ്മൾ കോഡുകൾ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറെ സബ്ജക്ട്സിനൊക്കെ കോഡുകളും ഇല്ല ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പൊ ഹാൻഡ് ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയായിരിക്കും ചെയ്യുന്നത്. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗ് എനിക്കറിയില്ല, മേ ബി നിങ്ങൾക്കും ഇതേപോലെ ഓരോ ലാബിലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഓരോ സ്പെസിഫിക്കേഷൻസ് കാണും. അപ്പൊ അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും സ്റ്റീൽ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് വെറുതെ പോയി ഇങ്ങനെ ഒരു ബീം ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കിക്കോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം അതിനെ സംബന്ധിക്കുന്ന കോഡുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് കോഡിൽ പറയുന്ന കാര്യങ്ങൾ, അതെല്ലാമാണ് കുറച്ച് നമ്മൾ ഹൈലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാ ബ്രാഞ്ചും കൂടെ മിക്സപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഓൺലി 4 മാർക്സേ ഉള്ളൂ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കോഡ്സ് ഏതൊക്കെയാണ്, കോഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പൊ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ കോഡിനെ കുറിച്ച് വളരെ നന്നായിട്ടൊന്ന് പഠിച്ചു പോകും. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് നിൽക്കണം എന്നില്ല. നമ്മൾ റിട്ടേൺ നോട്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്തും കിട്ടുന്നത്. സോ അതുകൊണ്ട് ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറ്റുന്നിടത്തോളം വാല്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കോഡ് കാര്യങ്ങളും എല്ലാം നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവരുടെയൊക്കെ ഡിസൈൻ എങ്ങനെയാണെന്ന് ഒരു അത്യാവശ്യം ഒരു മോഡറേറ്റ് രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാനായിട്ടുണ്ട്. സോ നിങ്ങളുടെ മെമ്മറി പവർ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആപ്ലിക്കേഷനെക്കാട്ടിലും കൂടുതലും നിങ്ങളുടെ ഒരു മെമ്മറി പവറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കോൺക്രീറ്റ്? സോ ഞാൻ ഫസ്റ്റ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്, കോൺക്രീറ്റ് ഡിസൈൻ ആണ് എടുക്കാൻ പോകുന്നത്. സോ കോൺക്രീറ്റ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു വീട് പണിയുന്ന സ്ഥലം കണ്ടിട്ടുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ എങ്ങനെയാ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയുമോ, എന്താ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു കോൺക്രീറ്റ്? നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. എന്താണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല്? എന്തൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് കോൺക്രീറ്റ് കിട്ടുന്ന? കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കോൺക്രീറ്റ് ചെയ്യുന്നത്. ശരി, ബാക്കി ബ്രാഞ്ച് ഉള്ളവര് പറയണ്ട, സിവിൽ എഞ്ചിനീയേഴ്സിന് പറയാലോ. അത് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലേക്ക് ഇടാവുന്നതാണ്. കല്ല്, സിമന്റ്, പൂഴി, വെള്ളം. വെരി ഗുഡ്. നമ്മള് കല്ല്, സിമന്റ്, പൂഴി, വെള്ളം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്നതല്ലേ ബേസിക്സ്. ഇപ്പം KTUവിന്റെ സിലബസ് എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. അതിന് മുന്നേ വരെ നമുക്ക് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉറപ്പായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിരുന്നു. യെസ്, നമ്മള് സിമെന്റും അഗ്രിഗേറ്റ്സും വാട്ടറും ഇതിന്റെ ഒരു സ്യൂട്ടബിൾ പ്രപ്പോർഷൻ, ഒരു പർട്ടിക്കുലർ റേഷ്യോയില് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ആക്ച്വലി കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കോൺക്രീറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെങ്ത് അതിനുള്ള. ഓക്കെ, ആൻഡ് അതേപോലെ ഏത് ഷേപ്പിലേക്ക് വേണേലും നമുക്ക് അവരെ മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ പല 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 ബിൽഡിങ്സ് കണ്ടാൽ, ഇപ്പൊ പഴയ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ ആർച്ച് ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എന്ത് ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് നമ്മുടെ കോൺക്രീറ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്? നമുക്ക് സിമെന്റ് വേണം. അഗ്രിഗേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കല്ലും മണ്ണുമാണ് നമ്മൾ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ വെള്ളം. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് ക്യൂർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുക. ഇപ്പൊ നിങ്ങൾ വീട് പണിയുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. എന്തിനാ? അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനെയാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്.
അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഹാർഡ് സ്റ്റോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളവരാക്കി നമ്മളുടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. ഓക്കെ, ഈ കോൺക്രീറ്റിന്റെ പേരെന്താ? പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഓർ PCC. ഓക്കെ, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് RCCനെ കുറിച്ച്. അപ്പൊ RCC എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. എന്താണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്? അതാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്, വിച്ച് ഈസ് RCC. നമുക്ക് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്സ് ഉണ്ട്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് PCC ആൻഡ് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, വിച്ച് ഈസ് RCC. ഓക്കെ, അപ്പം എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? സോ നിങ്ങൾ എല്ലാവരും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നോ ഒക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതില് ഞാൻ ഒരു ബീം കാസ്റ്റ് ചെയ്യാൻ പോവാം. ഒരു ബീം എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയത് PCC വെച്ചാണ് വിചാരിക്കുക. ഓക്കെ, PCC വെച്ചുണ്ടാക്കിയ സാധനത്തിന് ഞാൻ 2 സപ്പോർട്ടിന്റെ മുകളിൽ വെച്ചു. അപ്പൊ നമ്മള് ഗാർഡനിലൊക്കെ പോകുമ്പോൾ ബെഞ്ചുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബെഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു ലോഡ് കൊടുത്തു. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ഒരു സ്ലാബ് വന്നു, അതിന് മുകളിലേക്ക് ഒരു ലോഡ് വരുമ്പോ എന്താ പറ്റുന്നത്? നമ്മളുടെ ഈ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ നോക്കും? ഇതെങ്ങനെ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോകാനായിട്ട് നോക്കും. ഓക്കെ, അപ്പം വളഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മേളിലുള്ള ഭാഗത്ത് അതിന്റെ നീളം കുറച്ച് കുറയുന്ന പോലെ തോന്നും. എന്നാൽ താഴെയുള്ള ഭാഗത്ത് അതിന്റെ നീളം കുറച്ച് കൂടിയ പോലെ തോന്നും. ഓക്കെ, ശരിക്കും സപ്പോസ് എല്ലായിരുന്നു നമ്മളുടെ ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ നീളമെങ്കിൽ നമ്മൾ അതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേളിലത്തെ നീളം ലെസ് ദാൻ എല്ലും താഴത്തെ നീളം ഗ്രേറ്റർ ദാൻ എല്ലും ആകും. അതിന്റെ റീസൺ എങ്ങനെ പറയാം? എപ്പോഴാണ് ഒരു സാധനത്തിന്റെ നീളം കുറഞ്ഞു പോകുന്നത്? നമ്മൾ അതിനെ പിടിച്ച് അമക്കുമ്പോ, അല്ലെ? ഞാൻ അതിനെ കംപ്രസ് ചെയ്തപ്പം എന്തായി പോയി? നീളം കുറഞ്ഞു. അപ്പോ മേളിൽ എപ്പോഴും ഒരു കംപ്രഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ താഴെ എന്താ പറ്റിയേ? നീളം കൂടി. എപ്പോഴാണ് ഒരു സാധനത്തിന് നീളം കൂടുന്നത്? ഞാൻ അതിനെ പിടിച്ച് വലിക്കുമ്പം, വിച്ച് മീൻസ് താഴെ നമ്മളൊരു ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മളൊരു PCC, ഓക്കെ, ഞാനത് PCC ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ PCCയില് ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മേളില് കംപ്രഷനും താഴെ ടെൻഷനും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കോൺക്രീറ്റിന്റെ കട്ട എടുത്ത് കൈ പിടിച്ചേക്കുക, നിങ്ങൾ അതിനെ അമുക്കാൻ നോക്കുന്നു, കംപ്രസ് ചെയ്യാൻ നോക്കുന്നു, ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും അത് കാണിക്കുന്നത്. പക്ഷേ അതേ സെയിം സാധനം നിങ്ങൾ അതിനെ പിടിച്ചൊന്ന് വലിക്കാൻ നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺക്രീറ്റ് PCCക്ക് എന്തില്ല? ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല. PCCക്ക് എന്തില്ല? ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല. അപ്പോ ഞാൻ എന്റെ വീട് പണിയുന്ന കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സില് എപ്പോഴും കംപ്രഷൻ മാത്രമേ ലോഡ് വരാകൂ എന്ന് നിർബന്ധമില്ല. ചിലപ്പോ എന്ത് ടൈപ്പ് ലോഡും കൂടെ കയറി വരാം, ടെൻഷനും കൂടി കയറി വരാം. അപ്പം ടെൻഷൻ ആർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? PCCക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ PCC ഫെയിൽ ആയി പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ PCCക്കകത്ത് ടെൻഷനെയും കൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ എന്തായി? കോൺക്രീറ്റ് ഇപ്പൊ ആവശ്യത്തിനുണ്ട്, അതെന്ത് റെസിസ്റ്റ് ചെയ്തോളും? കംപ്രഷൻ റെസിസ്റ്റ് ചെയ്തോളും. പക്ഷെ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പം ഏറ്റവും നന്നായിട്ട് ഒരു കോൺക്രീറ്റിന്റെ കൂടെ ചേർന്ന് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മളുടെ സ്റ്റീൽ ബാർ. എന്താണ്? സ്റ്റീൽ ബാർസ്, കമ്പികൾ ഇട്ട് കൊടുക്കുക. കമ്പി ഇട്ട് കൊടുത്തു കഴിയുമ്പം ആ വരുന്ന ടെൻഷൻ ആരെടുത്തോളും? നമ്മളുടെ സ്റ്റീൽ ബാർ എടുത്തോളും. അപ്പം കംപ്രഷൻ, കോൺക്രീറ്റ് കംപ്രഷൻ മാത്രം എടുക്കുന്നു, സ്റ്റീൽ ബാർ ആരെടുക്കുന്നു? ടെൻഷൻ മാത്രം ക്യാരി ചെയ്യുന്നു. അപ്പൊ എന്തായി? നമ്മളുടെ RCC സ്ട്രക്ചർ സേഫ് ആകുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇട്ട് കൊടുക്കുന്ന സ്റ്റീൽ ബാറിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുക. അതാണ് നമ്മുടെ ജനറലി മനസ്സിലാക്കേണ്ട വ്യത്യാസം PCCയും RCCയും തമ്മിൽ. നമ്മൾ കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം മോസ്റ്റ്ലി RCC ആണ്. ഇനി PCC ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു. സ്റ്റെപ്പ് ഒന്നും വീടിനകത്തേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാകാം, അല്ലെങ്കിൽ മാൻ ഹോള് കണ്ടിട്ടുണ്ടാവുമല്ലോ, റോഡിൽ കൂടെ നടന്നു പോകുമ്പം
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുഴികളൊക്കെ അടച്ചു വെക്കാനായിട്ടൊരു മൂടി പോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ എന്താക്കി മാറ്റാം, നമുക്ക് PCC ആക്കി മാറ്റാം. അത് വലിയ ലോഡ് കയറാത്തവരൊക്കെ നമുക്ക് എന്താക്കാം, PCC ആക്കാം. ഹെവി ലോഡ് ക്യാരിങ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും എന്തായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ, RCC ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പം ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനത്തെ ഈ ഒരു സ്ലാബിനെ, അതായത് രണ്ടറ്റത്ത് സപ്പോർട്ട് ഉണ്ട്, അതിന് മുകളിൽ വെറുതെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കൊണ്ട് വെച്ചാൽ നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാ സിംപ്ലി സപ്പോർട്ടഡ്. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡില് എവിടെയാണ് സ്റ്റീൽ ബാർ പ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. സിംപ്ലി സപ്പോർട്ടഡില് സ്റ്റീൽ ബാർസ് എപ്പോഴും നമ്മൾ എവിടെയാ, ടെൻഷൻ ഉള്ളിടത്താണ് വെക്കുന്നത്. ആ ടെൻഷൻ എവിടെയായിരിക്കും, അറ്റ് ദി ബോട്ടം ഓഫ് ദി ബീം അല്ലെങ്കിൽ സ്ലാബ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്താണ് കോൺക്രീറ്റ്, തീരെ കോൺക്രീറ്റ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ എന്താണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് നമ്മൾ കണ്ടു. സെയിം നമ്മുടെ കോൺക്രീറ്റിനകത്ത് അഡീഷണലി ആരും കൂടെ വരുന്നു, ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റും കൂടി വരുന്നു. അപ്പൊ എന്തൊക്കെ വേണം നമുക്ക് കോൺക്രീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ? സിമെന്റ് വേണം, അഗ്രിഗേറ്റ്സ് തന്നെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാ. ഫൈൻ അഗ്രിഗേറ്റ്സ്, കോഴ്സ് അഗ്രിഗേറ്റ്സ്. ഫൈൻ എന്ന് പറഞ്ഞാൽ തീരെ മണ്ണ്, അതായത് നമ്മൾ സാൻഡ് എടുക്കും അല്ലെ, മണ്ണ് സാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് സാൻഡ് ഒക്കെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സാൻഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് കല്ലും കൂടെ, ഗ്രാവലും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഗ്രാവലിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് കോഴ്സ് അഗ്രിഗേറ്റ്. സിമെന്റ് വേണം, വെള്ളം വേണം, ഇവരെല്ലാം മിക്സ് ചെയ്യാൻ വെള്ളം വേണം. ആൻഡ് അഡ്മിക്സ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ കുറച്ച് സാധനങ്ങൾ. അതായത് എനിക്ക് ഇപ്പൊ ചിലപ്പോൾ ഞാൻ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന നമ്മുടെ വീട് പണിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. നമുക്കറിയാം ഡാം ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം വളരെ പെട്ടെന്ന് ഇതൊക്കെ സെറ്റ് ആകണം അല്ലെ, പെട്ടെന്ന് തന്നെ ഉറയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ, ഇപ്പം നമ്മളൊരു കടൽ തീരത്തൊക്കെ പോയാല് കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പാലങ്ങൾ, കടൽ പാലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ കടൽ പാലമൊക്കെ ഒരു തൂണയിലായിരിക്കും നിൽക്കുന്നത്, ആ തൂൺ വെള്ളത്തിനകത്തായിരിക്കും മുങ്ങി നിൽക്കുന്നത്. അപ്പം അവിടെ എന്റെ കോൺക്രീറ്റിന്റെ പ്രത്യേകത എന്താ, അത് എപ്പോഴും വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ചീത്തയാവാൻ പാടില്ല, പെട്ടെന്ന് ഡിറ്റോറിയേറ്റ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുക. ആൻഡ് ഫൈനലി നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ആഡ് ചെയ്യല്ല, പകരം നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാക്കും. ആ ബോക്സിനകത്ത് ഈ സിമെന്റ് ഇടുന്ന, നമ്മുടെ കോൺക്രീറ്റ് ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ കമ്പിയും കൂടെ വിരിച്ച് പോകും. അങ്ങനെയാണ് നമ്മൾ ഒരു RCC സ്ട്രക്ചർ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ലോഡ് ട്രാൻസ്ഫർ, എങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ സംഭവിക്കുന്നത്. നമ്മളുടെ കോൺക്രീറ്റിന് എന്ത് ടൈപ്പ് സ്ട്രെങ്ത് ഉണ്ട്? കോൺക്രീറ്റിന് എത്ര വേണേലും എന്ത് സ്ട്രെങ്ത് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞേ? കോൺക്രീറ്റിന് എത്ര വേണേലും കംപ്രഷൻ എടുക്കാൻ പറ്റും. പക്ഷെ കോൺക്രീറ്റ് ഇസ് വെരി വീക്ക് ഇൻ ആരാണ്? ടെൻഷൻ. അപ്പോ ആ ടെൻഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റീലിനെ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ സ്റ്റീലും കോൺക്രീറ്റും നമ്മളൊരു ബോണ്ടിങ് ഉണ്ടായി. ആ ബോണ്ടിങ് വഴിയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് കുറച്ചു ഭാഗം ലോഡ് കോൺക്രീറ്റ് എടുത്തോളും, കുറച്ച് ലോഡ് ആരെടുത്തോളും? സ്റ്റീൽ എടുത്തോളും. ഓക്കെ, അപ്പൊ എപ്പോ നമ്മുടെ ഒരു മെമ്പർ, ഒരു ബീമോ സ്ലാബോ ഒക്കെ ബെൻഡ് ചെയ്യുമ്പോഴും കോൺക്രീറ്റ് കുറച്ച് കംപ്രഷൻ, കോൺക്രീറ്റ് എപ്പോഴും കംപ്രഷൻ റെസിസ്റ്റ് ചെയ്യുന്നു, സ്റ്റീൽ എപ്പോഴും ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. ഇനി അവിടെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ കേൾക്കണം. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ വീട്ടിലൊക്കെ, കുറച്ച് പഴയ വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സൺഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ സൺഷെയ്ഡ്സ് കണ്ടിട്ടില്ലേ? ഒരു സൺഷെയ്ഡ് എങ്ങനെയാ നിൽക്കുന്നത്? ഇത് ഇങ്ങനെ ഒരു ഭിത്തി ഉണ്ടായിരിക്കും, ആ ഭിത്തിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തായിരിക്കും നമ്മുടെ സൺഷെയ്ഡ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരറ്റത്ത് സപ്പോർട്ട് ചെയ്ത്, ഇതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയാ വരയ്ക്കുന്നത്. ഒരറ്റത്ത് സപ്പോർട്ട് ചെയ്ത് വെളിയിലേക്ക് വെറുതെ നിൽക്കുന്ന ഒരു ബീമിനെ വിളിക്കുന്ന പേരാ കാന്റിലിവർ ബീം. അപ്പൊ മുന്നത്തെ പോലെ ഞാൻ ഈ കാന്റിലിവർ ബീമിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും വളയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഒരു സ്കെയിലിന്റെ ഒരറ്റം മുറുക്കെ പിടിച്ചിട്ട് ആ സ്കെയിലിലോട്ട് ലോഡ് അപ്ലൈ ചെയ്തു.
അപ്പൊ ആ സ്കെയിൽ എങ്ങനെയായിരിക്കും വളഞ്ഞു പോകുന്നത്? ഇങ്ങനെയായിരിക്കും വളഞ്ഞു പോകുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ കംപ്രഷൻ എവിടെയാ, ടെൻഷൻ എവിടെയാ പറയാമോ? എവിടെയായിരിക്കും കംപ്രഷൻ, എവിടെയായിരിക്കും ടെൻഷൻ? താഴെ കംപ്രഷൻ, മുകളിൽ ടെൻഷൻ. വെരി ഗുഡ്. താഴെ കംപ്രഷനും മുകളിൽ ടെൻഷനും. കാരണം താഴെ നമ്മുടെ നീളം കുറയുന്നതായിട്ട് തോന്നുന്നു, മുകളിൽ എന്നാൽ നീളം കൂടുന്നതായിട്ട് തോന്നി. അപ്പൊ താഴെ കംപ്രഷൻ, മുകളിൽ ടെൻഷൻ. സോ ഒരു കാന്റിലിവർ ബീമിൽ എവിടെ വേണം നമ്മൾ സ്റ്റീൽ ഇട്ട് കൊടുക്കാൻ? റീഇൻഫോഴ്സ്മെന്റ് എവിടെയായിരിക്കും കൊടുക്കുന്നത്? അപ്പം എവിടെയാ? മേളിലാണ് നമ്മൾ സ്റ്റീൽ കൊടുക്കേണ്ടത്. അപ്പോ സ്റ്റീൽ എപ്പോഴും കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ താഴെ മേളിൽ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. എവിടെയാണോ ടെൻഷൻ ഉള്ളത് അവിടെ വേണം നമ്മൾ സ്റ്റീൽ ബാർ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ 2 എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ എങ്ങനെ, കാന്റിലിവർ ആണെങ്കിൽ എങ്ങനെ. ഓക്കെ, ഇനി ലോഡ് ട്രാൻസ്ഫർ. ഇപ്പൊ നമ്മൾ RCCനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിലും കൂടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ ബീം എടുത്തു. ഇതായിരുന്നു നമ്മളുടെ ബീം. ആ ബീമയിലേക്ക് ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോ നമ്മളുടെ ഈ ബീമിന് 2 കാറ്റഗറി ഓഫ് ഫെയിലിയർ ഉണ്ടാകാൻ പറ്റും. 2 രീതിയിലാണ് നമ്മളുടെ ഈ ബീം റിയാക്ട് ചെയ്യുന്നത് ലോഡ് വരുമ്പോൾ. ഒന്ന്, നമ്മളുടെ ഈ ബീം എന്ത് ചെയ്യും, ഇങ്ങനെ വളഞ്ഞു പോകും. അതിനെ നമ്മൾ ബെൻഡിങ് എന്ന് വിളിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബീമിന് എന്താ സംഭവിക്കാൻ പറ്റും ചോദിച്ചാൽ, ഇതെങ്ങനെ തെന്നി പോകും നമ്മളുടെ ബീം. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈ പ്ലെയിനിൽ വെച്ച് എന്തായി പോയി, തെന്നി താഴോട്ടും മുകളിലോട്ടും പോയി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയറിങ്. ഓക്കെ, തെന്നി പോകുന്നു. ഞാനൊരു കത്തി ഉപയോഗിച്ച് ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്നു, ഞാൻ അതിനെ ഷിയർ ചെയ്ത് കളയുകയാണ്. ഒരു പ്ലെയിനിൽ കൂടെ അതേപോലെ പാരലലി ആണ് നമ്മുടെ ലോഡ് അപ്ലൈ ആകുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പേരാ ഷിയറിങ്. അപ്പൊ നമ്മുടെ ബീമില് എന്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഷിയർ സ്ട്രെസ്സുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഷിയർ സ്ട്രെസ് ഏത് ഡയറക്ഷനിലാ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന്റെ അതേ ഡയറക്ഷനിലാ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഈ ബീമിനകത്ത് നമ്മൾ ഇങ്ങനെ കെട്ടായിട്ട് കോൺക്രീറ്റ് സ്റ്റീല് വെച്ച് കൊടുക്കും. നിങ്ങൾ സൈറ്റിലൊക്കെ അല്ലെങ്കിൽ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ നമ്മള് ഇങ്ങനെ ബോക്സ് ആയിട്ട് സ്റ്റീല് കൊടുക്കാറുണ്ട്. ആൻഡ് താഴെ കൂടെ കൊടുക്കുന്നതായിരിക്കും നമ്മളുടെ ശരിക്കുമുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ അങ്ങനെ ആ ബോക്സ് ആയിട്ട് കൊടുക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിറപ്സ്. ഓക്കെ, അപ്പൊ സ്റ്റിറപ്സ് എന്ത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്? നമ്മളുടെ ഷിയർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ് സ്റ്റിറപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്റ്റിറപ്സ് എന്നാണ് ജനറലി പറയുക, അല്ലെങ്കിൽ ഷിയർ ടൈസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്, നമ്മൾ സ്റ്റിറപ്സ് എന്ത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു? സ്റ്റിറപ്സ് നമ്മൾ കൊടുക്കുന്നത് ഷിയർ സ്ട്രെസ്സുകൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ഷിയർ എന്ന് ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു തെന്നി പോകുന്നതിനെയാണ് നമ്മൾ ഷിയർ എന്ന് വിളിക്കുക. സോ ആ ഷിയറിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു കമ്പി കെട്ടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട്, സോ ഞാൻ പറഞ്ഞു ഷിയർ സ്ട്രെങ്തിന് കോൺക്രീറ്റ് ആണോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീൽ ആണോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക? സ്റ്റീല് അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഷിയർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ 2 പേരും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഏത് കോൺക്രീറ്റ് ആണ് ഉണ്ടാക്കുന്നത് അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഏത് സ്റ്റീൽ ആണ് കൊടുക്കുന്നത് അതും ഹെൽപ്പ് ചെയ്യും. 2ന്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ഡിസൈൻ ഓഫ് ഷിയർ എന്നും പറഞ്ഞ് പഠിക്കും. അപ്പം ഒരു ഇക്വേഷനും ഒരു കോഡും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും കുറച്ചുകൂടെ. ഓക്കെ, ഇനി എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള? നമ്മൾ ഏതൊക്കെ കോഡുകളാണ് ഡിസൈനിന് വേണ്ടി ഓർത്ത് വെക്കേണ്ടത്? അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നിങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണമെന്നില്ല, നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. IS 456, okay, Indian Standard Code 456 2000, year 2000. IS 456 2000 ആണ് plain and reinforced concrete ഡിസൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്. ഓക്കെ, ECC മാർസിസിംഗ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്ന കോഡാണ്
IS 456. Then അതേ മോഡ്യൂളിൽ നമ്മൾ സ്റ്റീലും പഠിക്കുന്നു എന്ന് പറഞ്ഞു. IS 800 ആണ് സ്റ്റീൽ ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ്. വർഷത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, നിങ്ങൾ ആ നമ്പർ ആണ് ഓർത്ത് വെക്കേണ്ടത്. IS 456 ആണ് പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡിസൈനിന് വേണ്ടി. IS 800 ആണ് സ്റ്റീൽ ഡിസൈനിന്റെ കോഡ്. പിന്നെ IS 875ന്റെ കോഡാണ് നമുക്ക് എല്ലാവരുടെയും ലോഡിംഗ് സ്റ്റാൻഡേർഡ് തരുന്നത്. അതായത് ഞാനിപ്പോ ഒരു കട്ട എടുത്തു, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തു, അതിന് എത്ര വെയിറ്റ് ഉണ്ട്, അത് എത്ര വെയിറ്റ് ആയിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും തരുന്ന, അതായത് നമ്മൾക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരുന്ന ലോഡുകളെ കുറിച്ച് പറയുന്ന കോഡാണ് IS 875. അത് 5 പാർട്ടുണ്ട്. നമ്മുടെ പാർട്ട് 1 നമ്മള് ഡെഡ് ലോഡുകളെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും ഡെഡ് ലോഡ്? ചത്ത ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചത്ത് കഴിഞ്ഞാൽ പിന്നെ അനക്കമില്ല അല്ലെ? അനക്കമില്ലാത്ത ലോഡുകളാണ് ഡെഡ് ലോഡ്. ഇപ്പം നമ്മളൊരു ഭിത്തിയുടെ വെയിറ്റ് എപ്പോഴും ഉണ്ട്. ആ ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം ആ ഭിത്തി വെയിറ്റ് കൊടുത്തോണ്ടേ ഇരിക്കും. എന്നാൽ ഒരു ഫർണിച്ചർ ആണെങ്കിലോ, അത് ചിലപ്പോ ഞാൻ ഒരു ടേബിൾ ഞാൻ ഇന്ന് എന്റെ റൂമിൽ വെച്ചു, ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റൊരു റൂമിലേക്ക് അത് മാറ്റി. അപ്പൊ അതൊരിക്കലും ഡെഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ലോഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ലൈവ് ലോഡ്സ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൈവ് ലോഡുകളുണ്ട് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് പാർട്ട് 2. ഇനി പാർട്ട് 3 പറയുന്നത് വിൻഡ് ലോഡുകളെ കുറിച്ച്. ഇപ്പൊ ഞാൻ ഭയങ്കര ഹൈറ്റിലുള്ള ഒരു സ്ട്രക്ചർ പണിയാൻ പോവാം. എന്ത് പ്രശ്നം വരും? കാറ്റിന്റെ പ്രശ്നം വളരെ കൂടുതലായിരിക്കും അല്ലെ? ഹൈറ്റ് കൂടുന്തോറും കാറ്റിന്റെ ഇഫക്റ്റ് ഓൺ ദി സ്ട്രക്ചർ കൂടുതലായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. സോ വിൻഡ് ലോഡുകളെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 3. പാർട്ട് 4 സ്നോ ലോഡുകളെ കുറിച്ച്. നമ്മൾ കേരളത്തിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്നോ ലോഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് പാർട്ട് 5 നമ്മൾ പറയാൻ പോകുന്നതാണ് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ലോഡോ ആൻഡ് ലോഡ് കോമ്പിനേഷൻസ്. സ്പെഷ്യൽ ലോഡ് ആൻഡ് ലോഡ് കോമ്പിനേഷൻസ് ആണ് പാർട്ട് 5 പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കോഡാണ് IS 1893 എർത്ത്ക്വേക്ക് ഡിസൈൻ. ഓക്കെ, എർത്ത്ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ എർത്ത്ക്വേക്കും കൂടെ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി വേണം ഡിസൈൻ ചെയ്യാൻ. ആ എർത്ത്ക്വേക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ സാധാരണ ഒരു ബിൽഡിംഗ് പോലെ പണിതാൽ ഒരിക്കലും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമി കുലുക്കത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഡിസൈൻ ക്രൈറ്റീരിയ ചെയ്യണം. പിന്നെ IS 3370 ആണ് ലിക്വിഡ് സ്റ്റോറേജസ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പബ്ലിക് വാട്ടർ ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? വലിയ സർക്കുലർ വാട്ടർ ടാങ്ക് ഒക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ള കോളത്തിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക്സ് ഒക്കെ. അപ്പം എപ്പോഴും അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുക. അപ്പം വെള്ളത്തിന്റെ പ്രഷർ ഭയങ്കര പ്രഷറാണ്. വെള്ളം കൊടുക്കുന്ന പ്രഷർ വെരി ഹ്യൂജ് പ്രഷറാണ്. അപ്പൊ ഇതനുസരിച്ച് വേണം നമ്മൾ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ. ആൻഡ് വൺ മോർ തിങ്ങും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. IS 1343 ഫോർ പ്രീ-സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ-സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു റെയിൽവേ പാളം എടുത്താൽ, റെയിൽവേ പാളത്തില് നമുക്ക് നമ്മുടെ സ്റ്റീലിന്റെ 2 റെയിലുകൾ പോകുന്ന കാണാം. ആ റെയിലുകളെല്ലാം ഇങ്ങനെ കുറുകെ കുറുകെ ഇട്ടേക്കുന്ന സ്ലീപ്പേഴ്സിന്റെ മുകളിലാണ്. അറിയാമോ? കേട്ടിട്ടുണ്ടോ? സ്ലീപ്പേഴ്സ്, കോൺക്രീറ്റ് വെച്ച് സ്ലീപ്പറുകൾ കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ നമ്മുടെ റെയിൽ പോയാൽ ഇങ്ങനെ 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 നിങ്ങൾക്ക് കുറെ കോമ്പണൻസ് കാണാൻ പറ്റുന്നില്ലേ? അവരെയാണ് നമ്മൾ സ്ലീപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലീപ്പർ ആണ് കോൺക്രീറ്റ് സ്ലീപ്പർ. അപ്പോ ഈ കോൺക്രീറ്റ് സ്ലീപ്പർ നമ്മളൊരു റെയിൽവേ പാളത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ പോയി കഴിഞ്ഞ് അതെന്തേലും പൊട്ടിപ്പോവോ എടുക്കുകയോ ചെയ്താൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എത്ര ലോഡാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യും?
ആ കോൺക്രീറ്റിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് വരുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എവിടെ കൊണ്ടുവെക്കുന്നത്, നമ്മുടെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നേരത്തെ തന്നെ സ്ട്രെസ് ചെയ്യുന്ന കോൺക്രീറ്റുകളെ ഡിസൈൻ ചെയ്യുന്ന കോഡാണ് IS 1343. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോഡുകൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഒത്തിരി കോഡ്സ് ഉണ്ട്, നമ്മൾ ഇഷ്ടംപോലെ കോഡ്സ് ഉണ്ട്. മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തരുന്നത്. എർത്ത് ക്വേക്ക് ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്? ഇത് 4 ഓപ്ഷൻസ്: IS 456, IS 1893, IS 1343 അങ്ങനെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാമോ? ബിക്കോസ് അതർ ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് നിങ്ങൾ ഒരു ധാരണയില്ലാതിരിക്കുന്നവരാണ്. യാ, ഓക്കെ, സോ താങ്ക് യു. അപ്പോ ഇനി നമുക്ക് പയ്യെ നമ്മളുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇവിടെ സ്പേസ് വിട്ടിരുന്നത് കോഡിന്റെ കാര്യം എഴുതാനാ, ഞാനത് മറന്നുപോയി. ഓക്കെ, അപ്പൊ നമ്മള് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ മെറ്റീരിയൽസ്, നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നാ പറഞ്ഞ? സിമെന്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം, ഫൈൻ അഗ്രിഗേറ്റ് വേണം, വെള്ളം വേണം, സ്റ്റീൽ വേണം. ഇത്രയും സാധനം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് RCC ആണ് കേട്ടോ. നമ്മൾ PCCനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളത് RCC ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഏറ്റവും ആദ്യം സിമെന്റ്. എന്താണ് സിമെന്റിന്റെ ഫംഗ്ഷൻ? സിമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വലിയ കല്ലും നമ്മളുടെ കുഞ്ഞു പൊടിയും വെള്ളവും എല്ലാം ഒന്ന് ബൈൻഡ് ചെയ്ത് നിർത്തണം. അതായത് കവർ ചെയ്ത് നിർത്തുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന, നമ്മളൊരു പശ പോലെ ആക്ട് ചെയ്യുന്ന ഒരാളാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോൺക്രീറ്റിനകത്തെ ബൈൻഡിങ് ഏജന്റ് ആണ് ആക്ച്വലി ആര്? നമ്മളുടെ സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സിമെന്റ് നമ്മൾ നോർമലി 3 ഗ്രേഡുകളാണ് പറയുക. സിമെന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഗ്രേഡ് 33, ഗ്രേഡ് 43, ഗ്രേഡ് 53. സിമെന്റ് തന്നെ 3 കാറ്റഗറീസ് ആണുള്ളത്. ഗ്രേഡ് 33, ഗ്രേഡ് 43, ഗ്രേഡ് 53. ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ചെറിയ ക്യൂബ് ഉണ്ടാക്കും. ഓക്കെ, സിമെന്റിന്റെ ഒരു ചെറിയ ക്യൂബ് ഉണ്ടാക്കാൻ പോവാ. ആ ക്യൂബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഈ ഒരു സർഫസിലെ ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? സിമെന്റ് ഉപയോഗിച്ച് ഒരു കുഞ്ഞു ക്യൂബ് ഉണ്ടാക്കാൻ പോവാ. നമ്മുടെ റുബിക്സ് ക്യൂബ് ഒക്കെ പോലെ ഞാനൊരു ചെറിയ ക്യൂബ് ഉണ്ടാക്കും. ആ ക്യൂബിന്റെ പ്രത്യേകത ഏതാ? അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അപ്പൊ അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ അതിന്റെ നീളം എന്ന് പറയുന്നത് 7.07 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. എന്നിട്ട് അത് സെറ്റ് ആയി കഴിയുമ്പം, ഉണങ്ങിയെല്ലാം കഴിഞ്ഞ് സോളിഡ് ആയി കഴിയുമ്പം നമ്മൾ ഇതിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യും, ഒരു കംപ്രഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ കിട്ടുന്ന കംപ്രഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 33, 43, 53 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 33, അപ്പൊ എനിക്ക് കിട്ടുന്നത് 33 ആണ് എന്റെ എന്താ പറയാ സ്ട്രെങ്ത് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 33 ഗ്രേഡ് സിമെന്റ്. ഓക്കെ, ഇനി 43 ആണ് എനിക്ക് കിട്ടുന്ന യൂണിറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എങ്കിൽ നമ്മൾ അതിനെ 43 ഗ്രേഡ് എന്ന് പറയും. 53 ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അതിനെ 53 ഗ്രേഡ് സിമെന്റ് എന്നായിരിക്കും വിളിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും മിനിമം ഗ്രേഡ് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഗ്രേഡ് 33. ഇനി സിമെന്റ് തന്നെ പല ടൈപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ RCC കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ലേ, ചിലപ്പോൾ എനിക്കൊരു പാലം പണിയണമായിരിക്കും, ചിലപ്പോൾ എനിക്കൊരു വീട് പണിയണമായിരിക്കും, ചിലപ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡാം ആയിരിക്കും, ചിലപ്പോൾ എനിക്ക് റെയിൽവേ സ്ലീപ്പർ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ പല പല ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ സിമെന്റുകളെ തന്നെ പല രീതിയിലൊന്ന് ക്ലാസിഫൈ ചെയ്യും. അതിന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഏറ്റവും ഓർഡിനറി സിമെന്റ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമെന്റിന്റെ പേരാണ്
പൊസോളന, അതായത് നമ്മള് പോർട്ട്ലാൻഡ് സിമെന്റ്, പൊസോളന അല്ല സോറി, പോർട്ട്ലാൻഡ് സിമെന്റ്, ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമെന്റ്. ഇപ്പൊ നമ്മൾ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സിമെന്റിന്റെ പേരാണ് പോർട്ട്ലാൻഡ് സിമെന്റ്. അപ്പൊ ആ പോർട്ട്ലാൻഡ് സിമെന്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം, അത് ദേ ഈ ഒരു കോഡൽ പ്രൊവിഷൻ വെച്ചായിരിക്കും ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിക്കണ്ട, എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ പാടായിരിക്കും. ഓക്കെ, ഏറ്റവും ഓർഡിനറി അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. ഇനി ചിലപ്പോ എനിക്ക് പെട്ടെന്ന് ഹാർഡൻ ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നാളെ തന്നെ അടുത്ത പണി ചെയ്യണം. അപ്പൊ എനിക്ക് ഈ കുറച്ച് ദിവസം, സാധാരണ നമ്മൾ 14-28 ദിവസമൊക്കെയാണ് കോൺക്രീറ്റ് ഒന്ന് സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്റെ പണികളെല്ലാം തീർക്കണം. അപ്പം പെട്ടെന്ന് ഹാർഡൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, അപ്പൊ അവര് ഏത് മെത്തേഡ് IS 8041 യൂസ് ചെയ്തായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഇനി പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്. നമുക്കറിയാം സിമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വില കൂടുതലുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് സ്ലാഗ് എന്ന് പറയുന്നത് ഒരു റെസിഡ്യൂ ഓർ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്, ഒരു വേസ്റ്റ് ബൈ പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പം എന്തെങ്കിലും കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന ഒരു സാധനം. ഇപ്പം നമ്മൾ ഫർണസിനകത്തിട്ട് എന്തെങ്കിലും കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ഒരു പോർഷൻ നമുക്ക് സിമെന്റിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ ഇതിന്റെ പ്രത്യേകത കുറച്ചുകൂടെ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി, കോസ്റ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്. ഓക്കെ, അതാണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്. അത് മാനുഫാക്ചർ ചെയ്യുന്ന IS 4558 അക്കോർഡിംഗ്ലി വേണം. പിന്നെ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നത് സിമെന്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്ലൈ ആഷ് ഓർ ബേൺഡ് ക്ലേ, കളിമണ്ണ്, ബേൺഡ് ക്ലേ അല്ലെങ്കിൽ ഫ്ലൈ ആഷ് ആഡ് ചെയ്തെടുക്കുന്ന സിമെന്റിനെയാണ് നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ നോർമലി മാസ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നിടത്ത്, ഭയങ്കര ഒരുപാട് കോൺക്രീറ്റ് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടാണ് ലിബറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞ എക്സോതെർമിക് അല്ലെ, ഹീറ്റ് വെളി വരുന്നത് എക്സോതെർമിക് അല്ലേ? ആണോ മെക്കാനിക്കൽ? അപ്പൊ നമ്മള് ഈ സിമെന്റിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ്. പിന്നെ ഹൈ സ്ട്രെങ്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട്. എനിക്ക് സ്ട്രെങ്ത് കൂടുതൽ വേണം. സാധാരണ സിമെന്റിന് സ്ട്രെങ്ത് 33 ഉള്ളെങ്കിൽ അതിനെ എനിക്ക് 53 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ സ്ട്രെങ്ത് എന്ന് പറയുന്നു. അതെ, ഹൈഡ്രോഫോബിക്. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോബിക് ഓർ ഫോബിയ കേട്ടിട്ടുണ്ടോ? പേടി. അപ്പൊ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടർ റിപ്പല്ലന്റ്. വെള്ളം വേണ്ട അല്ലെ, വെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെള്ളം ഒത്തിരി അട്രാക്ട് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ പണിസ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കുറെ നാളൊരു സിമെന്റ് ബാഗ് നമ്മൾ യൂസ് ചെയ്തില്ല എന്ന് വെച്ചോ, എന്താ പറ്റുക? സിമെന്റ് ഒക്കെ കൊണ്ടുവരുന്ന ചാക്ക് കട്ട പിടിച്ച് ഭയങ്കര ഒരു കല്ല് പോലെ കാണാൻ പറ്റും. എന്തുകൊണ്ടാ? അന്തരീക്ഷത്തിലുള്ള വെള്ളമൊക്കെ അത് വലിച്ചെടുത്ത് അതങ്ങ് സെറ്റ് ആയി പോകും. അപ്പൊ എനിക്ക് കുറെ നാളത്തേക്ക് സിമെന്റ് ബാഗ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമെന്റ് ആണ് ഹൈഡ്രോഫോബിക് സിമെന്റ്. ഓക്കെ, കുറെ നാൾ എനിക്ക് ബാഗ് സ്റ്റോർ ചെയ്യണം, സിമെന്റ് ബാഗ്സ് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹൈഡ്രോഫോബിക് സിമെന്റ്. പിന്നെ ചിലയിടത്ത് അലൂമിന കണ്ടന്റ് ഒക്കെ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് റെസിസ്റ്റ് ചെയ്യാൻ ഹൈ അലൂമിന സിമെന്റ്. പിന്നെ സൾഫേറ്റ് കണ്ടന്റ് കൂടുതലുള്ളിടത്ത് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്. അത് ഈ നമ്മൾ ശരിക്കും ഈ കെമിക്കൽസ് ഒക്കെ ഉള്ളിടത്ത്, ഇപ്പം നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളിടത്താണ് ഇങ്ങനെ ഹൈ അലൂമിന, സൾഫേറ്റ് റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അഡ്മിക്സ്റ്റേഴ്സും കൂടി ഒന്ന് പറഞ്ഞു പോകാം. അഡ്മിക്സ്റ്റേഴ്സ് ആരാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്? നമ്മള് സിമെന്റിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി ആഡ് ചെയ്യുന്നവരെയാണ് അഡ്മിക്സ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോ നമുക്ക് അഡ്മിക്സ്റ്റേഴ്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാ. പൊസോളനാസ് ഉണ്ട്. പൊസോളനാസിന്റെ എക്സാമ്പിൾ ആണ് ഫ്ലൈ ആഷ്, റൈസ് ഹസ്ക് ആഷ്. റൈസ് ഹസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കച്ചി. ദെൻ മെറ്റാകയോളിൻ, നമ്മളുടെ ഒരു ഈ ക്ലേ പാത്രങ്ങളൊക്കെ ഇല്ലേ, ക്ലേയുടെ ഒരു ടൈപ്പാണ്. നമ്മുടെ കളിമണ്ണ്, ഈ സെറാമിക് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ ഒരു പൊടി പോലത്തെ സാധനമാണ് ഈ മെറ്റാകയോളിൻ. അതൊക്കെയാണ് പൊസോളനാസ്. പൊസോളന എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ആയിരിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റീടാർഡേഴ്സ് ഉണ്ട്. റീടാർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ പയ്യെ സെറ്റ് ആയാൽ മതി. ഓക്കെ, സിമെന്റ് വളരെ പെട്ടെന്ന് സെറ്റ് ആണ്, കുറച്ച് പയ്യെ സെറ്റ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ജിപ്സം, ഓക്കെ, അല്ലെങ്കിൽ സിങ്ക്, അല്ലെങ്കിൽ ഷുഗറോ ഗ്ലൂക്കോസ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കുമേ. റീടാർഡേഴ്സ്. അതേപോലെ ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻസ് എല്ലാം നടക്കണം എന്ന രീതിയിൽ കൊടുക്കുന്നവരാണ് ആക്സിലറേറ്റേഴ്സ്. ഇപ്പൊ റീടാർഡേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമുക്ക് ഭയങ്കര വലിയ ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഭയങ്കര മാസ് കോൺക്രീറ്റിംഗ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും കോൺക്രീറ്റ് നമ്മുടെ ഫ്ലാറ്റിന്റെ അവിടെ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുമായിരിക്കില്ല. പകരം എന്തായിരിക്കും, നമ്മൾ വലിയൊരു കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിൽ നിന്ന് വലിയൊരു ട്രാൻസ്പോർട്ടിങ് അല്ലെ, ഒരു വലിയൊരു ട്രക്കിനകത്ത് നമ്മൾ കൊണ്ടുവരുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ കൊണ്ടുവരുന്ന വഴിക്ക് ഇത് എന്താവാൻ പാടില്ല, സെറ്റായി പോവാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വിൽ ബി യൂസിങ് റീടാർഡേഴ്സ്. ഇനി ആക്സിലറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽഷ്യം ക്ലോറൈഡ് ആണ്. ആൻഡ് അതേപോലെ തന്നെ പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു പ്ലാസ്റ്റിസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ളവരാണ്. അത് നമ്മൾ നോർമലി അലൂമിനിയം റെസിൻസ് അല്ലെങ്കിൽ എപ്പോക്സി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, റീടാർഡേഴ്സ് എസ്പെഷ്യലി എപ്പോഴും ചോദിക്കുന്ന റീടാർഡേഴ്സ് ആണ് ജിപ്സമും. ഇതാണ് ചോദിച്ചപ്പോഴും കാണാറുള്ള ജിപ്സം, സിങ്ക് അല്ലെങ്കിൽ ഷുഗർ ഓർ ഗ്ലൂക്കോസ്. ഇതൊന്നും നിങ്ങൾ എഴുതിയെടുക്കണം എന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ പോകുന്നത് അഗ്രിഗേറ്റ്സിലേക്കാണ്. അഗ്രിഗേറ്റ്സ്, സോറി, ആരായിരുന്നു അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾക്ക് ഒരു വോള്യം തരുന്ന ആൾക്കാര് അല്ലെ. നമ്മളുടെ കോൺക്രീറ്റിന് ഒരു ബൾക്ക് വോള്യം നമുക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫൈൻ അഗ്രിഗേറ്റ്സ്, മണ്ണിനെയാണ് നമ്മൾ, സാൻഡിനെയാണ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയാം. കല്ല്, ഗ്രാവലിനെയാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയാം. അപ്പം അവിടെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർമ്മയിൽ വെക്കണം. ഒരു PCC സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ അഗ്രിഗേറ്റിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 40 mm കാണാൻ പാടുള്ളൂ. 40 mm സൈസ് ഉള്ള ഒരു കല്ല് മാത്രമായിരിക്കണം ഏറ്റവും മാക്സിമം സൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. RCC ആണെങ്കിൽ നമ്മളുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 20 mm ആയിരിക്കണം. കാര്യം എന്താ, നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യാനുള്ള ബോക്സിനകത്ത് സ്റ്റീലും കൂടെ വിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ കല്ല് കയറി ഇരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാക്സിമം സൈസ് റെസ്ട്രിക്റ്റഡ് ആണ്. RCC സ്ട്രക്ചർ ആകുമ്പോൾ മാക്സിമം സൈസ് 20 mm ആവാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് വി കോൾ അനദർ ടേം നോമിനൽ സൈസ്. നോമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സൈസ്. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സൈസ് എപ്പോഴും എന്താവാൻ പാടില്ല, നോട്ട് ഗ്രേറ്റർ ദാൻ 1/4 ഓഫ് മിനിമം തിക്നെസ് ഓഫ് മെമ്പർ. ഓക്കെ, ഞാനൊരു സ്ലാബ് പണിതാൽ ആ സ്ലാബിന് ഒരു തിക്നെസ് ഉണ്ടായിരിക്കും, ഒരു കട്ടി ഉണ്ടായിരിക്കും. ആ കട്ടിയുടെ 1/4 ഭാഗത്തിനേക്കാൾ വലിയ സൈസുള്ള കല്ല് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഓക്കെ,
നോമിനൽ സൈസ്. ഇനി വളരെ തിൻ സെക്ഷൻസ് ആണെങ്കിൽ, ഭയങ്കര കട്ടി കുറഞ്ഞ തിൻ ആയിട്ടുള്ള സെക്ഷൻസ് ആണെങ്കിൽ മാക്സിമം സൈസ് 10 mm വരെ ആവാൻ പാടുള്ളൂ. ഓക്കെ, മാക്സിമം സൈസ് 10. ക്ലിയർ? എത്രയെങ്കിലും ഓർത്ത് വെക്കുക. ഇതിൽ ഈ 2 പോയിന്റ്സ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. PCCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കല്ലിന്റെ മാക്സിമം സൈസ് 40 mm. RCC ആണെങ്കിൽ നമ്മൾ ഒരു കല്ലിൽ യൂസ് ചെയ്യുന്ന മാക്സിമം സൈസ് 20 mm. ഓക്കെ, ആൻഡ് നമ്മൾ എത്ര മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ? നമ്മളുടെ മെമ്പറിന്റെ തിക്നെസ് എന്താണോ അതിന്റെ കാൽ അളവിനേക്കാൾ കൂടുതൽ സൈസ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.